ഇന്നലെ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇത്രയും വേദനിപ്പിക്കുന്ന ഒരു കാര്യം എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ജപ്തി നടപടികൾക്കായി അവര് പുറത്തെത്തിയിട്ടുണ്ട്. ഞാൻ ഒരു രൂപയും സംസാരിക്കട്ടെ. ഒരുപക്ഷെ നടക്കില്ല വരും. ഇനി അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട. പരമേശ്വര, അമ്മ ക്ഷമിക്കണം. പിടിച്ചു നിൽക്കാനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കി. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു. എന്ത് ശാപമാണെന്നറിയില്ല. ഈ വയസ്സുകാലത്ത് അമ്മയെ തെരുവിൽ കൊണ്ടുപോകാൻ യോഗം ഉണ്ടായി എനിക്ക്. അച്ഛാ, അച്ഛന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റ് തന്നെയാ. വരുണിനെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച് മാറി നിന്നതിനുള്ള കൂലി. വേണ്ട മോളെ, വലിയൊരു ദുരന്തത്തിന്റെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോഴെങ്കിലും പരസ്പരം കുറ്റപ്പെടുത്താതിരിക്കുക. നമ്മളിനി എങ്ങോട്ട് പോവാടാ? അങ്ങനെ തെരുവിലായി പോവുമൊന്നുമില്ല അമ്മേ. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും. നമുക്ക് നോക്കാം. അച്ഛൻ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു മോളെ. കേട്ട കാര്യം നെഞ്ചിന്ന് ഇറങ്ങണ്ടേ. എന്തൊക്കെ എടുക്കാൻ അവരനുവദിക്കുമെന്നറിയില്ല. അവരനുവദിക്കുന്നത് മാത്രം എടുത്താൽ മതി.